ശിവ PSC പവർ പോയിൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ 4ാമത്തെ ക്ലാസ്സാണ്. മറ്റു 3 ക്ലാസ്സുകൾ ചാനലിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായതുകൊണ്ട് തുടർച്ചയായി തന്നെ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകളുടെ നോട്ട്സുകൾ എല്ലാ ക്ലാസ്സിന് ശേഷവും ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ മൂന്നാമത്തെ ക്ലാസ് വരെ ഞങ്ങൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്ലാസ്സാണ്. അതിൽ 1919 മുതലുള്ള പ്രസ്ഥാനങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഹോം റൂൾ പ്രസ്ഥാനം, അതായത് 1916 ഹോം റൂൾ പ്രസ്ഥാനം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ 1919 അത് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ. എന്താണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗുവും ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡും ചേർന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബ്രിട്ടീഷ് നയം വിശദീകരിച്ചു നടത്തിയ പ്രഖ്യാപനമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗുവും ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡും ചേർന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബ്രിട്ടീഷ് നയം വിശദീകരിച്ച് നടത്തിയ പ്രഖ്യാപനം. അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശ്യം സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്രമേണയുള്ള വികസനത്തിലൂടെ ഇന്ത്യക്ക് ഒരു ഉത്തരവാദിത്വ ഗവൺമെൻറ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇവർ പ്രഖ്യാപിച്ചു. 1918 മൊണ്ടേഗുവും ചെംസ്ഫോർഡും ചേർന്നുണ്ടാക്കിയ റിപ്പോർട്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിന് ആധാരമായി മാറിയത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിന് ആധാരമായിട്ട് മാറിയത് ഏതാണ്? ഈ 1918 മൊണ്ടേഗുവും ചെംസ്ഫോർഡും ചേർന്നുണ്ടാക്കിയ ഈ റിപ്പോർട്ടാണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം അനുസരിച്ച് കേന്ദ്ര നിയമസഭയെ ദ്വിമണ്ഡല സഭയാക്കി. ഏതൊക്കെയാണ് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം അനുസരിച്ചാണ് ഈ കേന്ദ്ര നിയമസഭയെ ദ്വിമണ്ഡല സഭയാക്കിയത്. ദ്വിമണ്ഡലം എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമാണ്. ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. എന്താണ്? ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. ഇതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ എന്ന ആ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ, അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് വർഷം? എന്താണ്? 1919. ഇനി 1919 തന്നെ മറ്റൊരു കാര്യമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അതായത് 1ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. എന്താണ്? 1ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഈ കമ്മീഷൻ്റെ തലവൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയിരുന്നു. ആരായിരുന്നു ഈ കമ്മീഷൻ്റെ തലവൻ? ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ എന്താണ് റൗലറ്റ് ആക്ട്? ഈ 1ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. കൂടുതൽ അടിച്ചമർത്തൽ നടപടികളാണ് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തത്. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ഈ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകി. ഈ നിയമം പാസ്സാക്കിയതിൽ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതാണ് ഈ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന എന്നിവർ ഈ നിയമം പാസ്സാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ കൗൺസിൽ അംഗത്വം അവർ രാജിവെച്ചു. അതുപോലെ തന്നെ ഈ നിയമം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മുഖച്ഛായ തന്നെയാണ് മാറ്റിമറിച്ചത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമാകുന്നതും ഈ നിയമത്തിന് വിരുദ്ധമായ സമരങ്ങളിലൂടെയാണ്.
അതുപോലെ ഖാദി വസ്ത്രം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയതും ഈ കാലഘട്ടങ്ങളിലെ സമരത്തിലൂടെയാണ്. ഗാന്ധിജി ഈ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തോടെയാണ്. ഏതാണത്? അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലൂടെയാണ് ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കിനി എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് നോക്കാം. അത് നടന്ന വർഷം എന്നാണ്? 1919. 1919 തന്നെയാണ്. നമ്മളിപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ, അത് 1919. അതേപോലെ റൗലറ്റ് നിയമം 1919. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അത് 1919. എന്താണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല? ആ സംഭവം എന്താണ്? 1919 ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനത്തിൽ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഒത്തുകൂടി. 4 ഭാഗവും മതിലുകളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിഗേഡിയർ എഡ്വേർഡ് ഹാരി ഡയറിൻ്റെ നേതൃത്വത്തിൽ പട്ടാളം എന്ത് ചെയ്തു? വെടിവയ്പ് നടത്തി. ഈ സംഭവത്തിൽ 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും 2000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഏതാണ് കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് 1919 രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ സർ സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. ഇതെല്ലാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു എന്താ ചെയ്തത്? ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കേസരി ഹിന്ദ് ബഹുമതി, അത് സരോജിനി നായിഡു തിരികെ നൽകി. അപ്പോൾ എന്തൊക്കെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. സർ സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. അതുപോലെ സരോജിനി നായിഡു ഈ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കേസരി ഹിന്ദ് ബഹുമതി, അത് തിരികെ നൽകി. പിന്നെ അതേപോലെ തന്നെ ഗാന്ധിജി ഈ സംഭവത്തെ, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഈ സംഭവത്തെ എങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്? പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ, അതായത് ജാലിയൻ വാലാബാഗ് സംഭവം, അതിന് അമൃത്സർ എന്ന് പറയുന്നത്, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതായത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അത് നമ്മൾ പ്ലാസി യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ആരാണ്? ഗാന്ധിജി പറയുന്നത് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു എങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്നാണ് ഗാന്ധിജി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ സംഭവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് 1920 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു? തനിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് അവാർഡും മടക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ എന്ത് സർ പദവി ഉപേക്ഷിച്ചു. സർ സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അങ്ങനെ രാജിവെച്ചു. പിന്നെ അതുപോലെ സരോജിനി നായിഡു ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കേസരി ഹിന്ദ് ബഹുമതി, അത് തിരികെ നൽകി. പിന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് അവാർഡും മടക്കി കൊടുത്തു. അപ്പം അത്രയും ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ നിന്ന് പ്രതിഷേധിച്ച് നടന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് 1-2 കാര്യങ്ങളുണ്ട്. ഏതാണ്? ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് മൈക്കിൾ ഫ്രാൻസിസ് ഒ ഡയറാണ്. ഈ വെടിവയ്പ്പിന് ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ എഡ്വേർഡ് ഹാരി ഡയർ. പിന്നെ ഈ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെയാണ് 1940 ഉധം സിംഗ് വധിച്ചത്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതാണ് വർഷം? 1919. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. അത് വർഷം 1919 തന്നെയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം 1-ാം ലോക മഹായുദ്ധകാലത്ത് തുർക്കിയെ പരാജയപ്പെടുത്തുകയും തുർക്കി സാമ്രാജ്യം തകർക്കുകയും ചെയ്ത
ബ്രിട്ടൻ്റെ നടപടി മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി. എന്താണ്? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തുർക്കിയെ പരാജയപ്പെടുത്തുകയും തുർക്കി സാമ്രാജ്യം തകർക്കുകയും ചെയ്ത ബ്രിട്ടൻ്റെ നടപടി മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി. അതെന്തായിരിക്കും മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ കാരണം? അതായത് തുർക്കിയിലെ ഖലീഫയെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ കണക്കാക്കിയിരുന്നത്. എന്താണ്? അതായത് ഈ തുർക്കിയിലെ ഖലീഫയെ ഈ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായാണ് ഈ തുർക്കിയിലെ ഖലീഫയെ ഈ മുസ്ലിങ്ങളെല്ലാം കണക്കാക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തുർക്കിയെ പരാജയപ്പെടുത്തുകയും തുർക്കി സാമ്രാജ്യം തകർക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് അത് പൊരുത്തപ്പെടാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് 1919 അലി സഹോദരന്മാർ, ആരൊക്കെയാണ് ഈ അലി സഹോദരന്മാർ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ഈ പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. 1919 സെപ്റ്റംബർ 21 ആദ്യത്തെ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ലക്നൌവിൽ ചേർന്നു. എന്നാണ് 1919 സെപ്റ്റംബർ 21 ആദ്യത്തെ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ലക്നൌവിൽ ചേർന്നു. ഇനി 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കുവാൻ കോൺഫറൻസ് തീരുമാനമെടുത്തു. ഈ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി ആകൃഷ്ടനാവുകയും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്ത് ഈ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനമെടുത്തത്. 1920 ജൂണിൽ അഹമ്മദാബാദിൽ ചേർന്ന കേന്ദ്ര ഖിലാഫത്ത് കമ്മിറ്റി യോഗത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിസ്സഹകരണ സമരത്തിന് ആഹ്വാനം നൽകി. ഹിന്ദു മുസ്ലിം ഐക്യത്തിനുള്ള സുവർണാവസരമായി ഗാന്ധിജി ഇതിനെ കണ്ടു. അതിനാൽ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്തു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ഷൗക്കത്ത് അലിയോടൊപ്പം 1920 കേരളത്തിലെ ആദ്യ കേരള സന്ദർശനം ഗാന്ധിജി നടത്തിയത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ആരോടൊപ്പമായിരുന്നു? ഷൗക്കത്ത് അലിയോടൊപ്പമാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യ കേരള സന്ദർശനം നടത്തിയത്. എന്നാണ് വർഷം 1920. അപ്പോൾ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നും കൂടി നോക്കാം നമുക്ക്. അതെന്താണ്? 1920. 1919 ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് 1920 ഗാന്ധിജിയും കോൺഗ്രസും നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ച് അംഗീകാരം നേടി. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും പരിപാടികളോടും നിസ്സഹകരണം പാലിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. അപ്പോൾ എന്തായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും പരിപാടികളോടും നിസ്സഹകരണം പാലിക്കുക, സ്വരാജ് നേടുക, പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളായിട്ട് പറയുന്നത്? സ്വരാജ് നേടുക, പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ. 1921 മലബാർ കലാപം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. എന്താണ് മലബാർ കലാപം? 1921 മലബാർ കലാപം ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് നടന്നത്. 1922 ഫെബ്രുവരി 1 7 ദിവസത്തിനുള്ളിൽ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചില്ലെങ്കിൽ താൻ വിപുലമായ ഒരു ബഹുജന നിയമലംഘനം ആരംഭിക്കുമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. എന്താണ്? 1922 ഫെബ്രുവരി 1 7 ദിവസത്തിനുള്ളിൽ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചില്ല എങ്കിൽ താൻ വിപുലമായ ഒരു ബഹുജന നിയമലംഘനം ആരംഭിക്കുമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. 1922 മാർച്ച് 10 ഗാന്ധിജി എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജയിലിലടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് ചൗരി ചൗര സംഭവം. അതെന്താണ്? 1922 ഫെബ്രുവരി 5. അതെന്താണ് സംഭവം? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ ചൗരി ചൗര വില്ലേജിൽ നടന്ന ദാരുണ സംഭവമാണ്. എന്താണ് ആ ദാരുണ സംഭവം എന്നറിയാവോ? അതായത് ചൗരി ചൗരയിൽ നടന്ന ഒരു ജാഥയിൽ
പോലീസും ഏതാനും ജാഥ അംഗങ്ങളും തമ്മിലുണ്ടായ ബഹളത്തെ തുടർന്ന് പോലീസ് വെടിവെച്ചു. വെടിയുണ്ട തീർന്നപ്പോൾ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ പോയി. ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുകയും 22 പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്തു. ഇതാണ് ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. അതായത് ചൗരി ചൗരയിൽ നടന്ന ഒരു ജാഥയിൽ പോലീസുകാരും ആ ജാഥയിലുള്ള ആളുകളും തമ്മിൽ വഴക്കായി, അതായത് ബഹളമായി. ഈ ബഹളത്തെ തുടർന്ന് എന്ത് ചെയ്തു? പോലീസുകാർ വെടിവെച്ചു. ഈ വെടിയുണ്ട തീർന്നപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു? അവർ മടങ്ങി. പക്ഷേ എന്ത് ചെയ്തു? ജനക്കൂട്ടം എന്ത് ചെയ്തു? ആ ക്ഷുഭിതരായി തന്നെ ഇരുന്നു. അവരെന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീ വെച്ചു. അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീ വെച്ച് അവിടെ ഉണ്ടായിരുന്ന 22 പോലീസുകാരും വെന്തു മരിച്ചു. ഇതാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവത്തെ തുടർന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നിർത്തിവെക്കുകയും 5 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 ഫെബ്രുവരി 11 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. നിസ്സഹകരണം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അതിനെ വിശേഷിപ്പിച്ചത്. എന്താണ്? ദേശീയ ദുരന്തം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹകരണം പിൻവലിച്ച ഗാന്ധിജിയുടെ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? ദേശീയ ദുരന്തം. ഇനി ചൗരി ചൗര ജാഥയിൽ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഹിന്ദു മുസൽമാൻ കി ജയ്. ഇതാണ് ചൗരി ചൗര ജാഥയിലെ ഒരു പ്രധാന മുദ്രാവാക്യം. എന്തായിരുന്നു? ഹിന്ദു മുസൽമാൻ കി ജയ്. ഇത്രയാണ് ചൗരി ചൗര സംഭവം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സ്വരാജ് പാർട്ടി. അത് 1923 സ്വരാജ് പാർട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മൾ വർഷം തുടർച്ചയായിട്ടാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ തുടർച്ചയായി തന്നെ കാണാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്വരാജ് പാർട്ടി 1923 സ്വരാജ് പാർട്ടി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ശൂന്യത സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിഘടിക്കുകയും കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഇവരെന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിഘടിക്കുകയും കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. 1923 ഇത് സ്വരാജ് പാർട്ടിയായി. അപ്പോൾ ആദ്യം എന്തായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റുവും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്നും വിഘടിച്ച് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നായിരുന്നു അതിൻ്റെ ആ സംഘടനയുടെ പേര്. അതിനുശേഷം 1923 ഇത് സ്വരാജ് പാർട്ടിയായിട്ട് മാറിയത്. 1923 സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം അലഹബാദിൽ നടന്നു. നിയമസഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഭരണപരിഷ്കാരങ്ങളെ എതിർക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ പ്രധാന തന്ത്രം. എങ്ങനെയായിരുന്നു? നിയമസഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഭരണപരിഷ്കാരങ്ങളെ എതിർക്കുക. സ്വരാജ് പാർട്ടിയുടെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഡിമാൻ കമ്മിറ്റി 1924 രൂപീകരിക്കപ്പെട്ടത്. ഏത് കമ്മിറ്റിയാണ്? മുഡിമാൻ കമ്മിറ്റി 1924 രൂപീകരിച്ചത്. അപ്പോൾ ഇതാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ നമ്മൾ 1923 വർഷം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വർഷങ്ങൾ നോക്കുമ്പോൾ ഒരു കഥ പോലെ തന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിൽ പറഞ്ഞു വേണ്ട. അത് ഓരോന്നായിട്ട് വേറെ പ്രത്യേകം പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അപ്പം കറക്റ്റ് നമ്മൾ ഈ ഒരു സംഭവം കഴിഞ്ഞ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്ത സംഭവം, അടുത്ത സംഭവം, അങ്ങനെ അതേപോലെ നമ്മൾ തുടർച്ചയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ക്ലാസ്സുകൾ കേൾക്കാനും അത് പഠിക്കാനും. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നമുക്ക് നന്നായിട്ട് തങ്ങി നിൽക്കും. മാത്രമല്ല ഇപ്പോഴത്തെ പരീക്ഷകളുടെ രീതി അറിയാമല്ലോ, അത് വിശദീകരണങ്ങളെല്ലാം നല്ല രീതി. കാരണം നമ്മൾ പണ്ടത്തെ പോലെ പോയിൻ്റ് ക്വസ്റ്റ്യനുകൾ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടൊന്നും ഇപ്പോഴും ഒരു കാര്യമില്ല. നമ്മൾ സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് ആഴത്തിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തുടർച്ചയായി തന്നെ ക്ലാസ്സുകൾ കാണാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ക്ലാസ്സുകളുടെ നോട്ട്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, നന്നായി പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.